ശ്രീമതി സെബീന, സ്വർണ്ണവിലയിൽ ഇത്തരത്തിലുള്ളൊരു ചാഞ്ചാട്ടം പ്രകടമാണ്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഒരു യുദ്ധം എന്ന് പറയുന്ന അതുകൊണ്ട് മാത്രം കയറുന്ന ഒരു മെറ്റൽ തന്നെ ഗോൾഡ്. അത് ഒരു എന്ത് കാര്യത്തിലും ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാവുന്നത് ഒരു മാക്രോ ഫാക്ടേഴ്സ് ആണ് കൂടുതലും. ഇൻഫ്ലേഷൻ, അൺസർട്ടനിറ്റി, സെൻട്രൽ ബാങ്ക് ബൈയിങ്, പിന്നെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്, ഇതൊക്കെയാണ് നമ്മൾ ഗോൾഡിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കയറുന്നതും ഇറങ്ങുന്നതിനുമുള്ള കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു MCXില് ഇപ്പൊ ഈ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലും നമുക്ക് ഫിസിക്കൽ ഗോൾഡും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവരിൽ കൂടുതലും എക്സ്പെക്ടേഷൻ ആണ്. നമുക്ക് ഒരു ഫ്യൂച്ചറിനുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾക്ക് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ടൈമാണ്. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ എന്താണ് സ്റ്റഡി ആണ് മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു 25% മാത്രം ഫസ്റ്റ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾഡ് ചെയ്യേണ്ടത്.